4 മണിക്ക് തന്നെ നമ്മൾ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രെയിനിൽ പോയിട്ട് രാവിലെ തന്നെ കഴിക്കാനുള്ള കോഴിമുട്ടയും പഴമൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഹൈസയും മിഷുപ്പും എണീക്കാൻ കുറച്ച് ലേറ്റ് ആകുന്നതിനോട് കുറച്ച് നേരത്തെ 6 മണിക്കാണ് ട്രെയിനെങ്കിൽ പോലും നമ്മൾ 1 മണിക്കൂർ മുമ്പേ തന്നെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാബ് ബുക്ക് ചെയ്തിട്ട് വേഗം വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഇരുടും ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ വേഗം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ട്രെയിനിനുള്ള ഒരു ഇതൊന്നും ഐഡിയ നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് നടന്നു പോയിട്ട് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നു. കുറേ നേരം സ്റ്റേഷനിൽ അവിടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ പോലും നമ്മൾ നിശാക്ക തിരയാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ തന്നെയാണെന്ന് കുറേ നേരം കാത്തു നിന്നു. പിന്നെ വെറുതെ ഒന്ന് അപ്പുറത്തേക്ക് നടന്നു നോക്കിയപ്പോഴാട്ടോ സംഭവം അവിടെയാണ് നമ്മൾ ട്രെയിനുള്ളത്. ശതാബ്ദി ആയതുകൊണ്ട് നമ്മൾ വേഗം അങ്ങോട്ട് ഓടിക്കുന്നു. കാരണം റെഡി ടൈമിന് അത് എടുക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ വേഗം ട്രെയിനിൽ കയറിയിട്ട് റെഡി 6 മണിക്ക് തന്നെ അത് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഭയങ്കര ഒരു ടൈമിംഗ് ആണെന്ന് അന്നേരം തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതായിരുന്നു നമ്മളെ സീറ്റ്. നമ്മളെ മുന്നിൽ തന്നെ വേറൊരു ഫാമിലിയും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടൊന്നും തോന്നിയില്ല. നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വെക്കുന്ന കുറച്ച് സമയം അങ്ങനെ പോയി. പിന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് രാവിലെ തന്നെ കോഫി വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മണം എവിടെ നിന്ന് അടിച്ചപ്പോഴാണോ എന്നറിയില്ല, മിഷുപ്പി വേഗം എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ മിഷുപ്പി വേഗം ഒരു ചായ ആയിരുന്നു, ചായയും ബിസ്ക്കറ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഉണ്ടായിരുന്നു. ഹൈസ അന്നേരം എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ രണ്ടാമത്തെ ട്രിപ്പും കോഫി വന്നപ്പോഴാണ് ഹൈസ എണീച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹൈസക്ക് ഒരു കോഫിയൊക്കെ കുടിച്ച് പിന്നെ ഹൈസ ഓക്കെ ആയിട്ട് പിന്നെ ആ വാവയുടെ കൂടെ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം നമ്മൾ ചെന്നൈയിൽ എത്താനായി. പിന്നെ വേഗം ഇറങ്ങിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ വിശപ്പിൻ്റെ വിളി വന്നല്ലോ. അപ്പോൾ പിന്നെ വേഗം കയറി ഏതെങ്കിലും ഒരു വെജ് ഹോട്ടലിൽ കയറി 2 ദോശ കഴിക്കണം എന്ന് എന്തായാലും വിചാരിച്ചു. പിന്നെ നമ്മൾ വേഗം കയറി 2 ദോശയും പൂരിയൊക്കെ കഴിച്ചു.